പോയിന്റേഴ്സിലെ മൊഡ്യൂൾ 5 ആണ് പോയിന്റേഴ്സ് ആൻഡ് ഫയൽസ്. അതിൻ്റെ അകത്ത് ഡിക്ലറിംഗ് പോയിന്റേഴ്സ്, ഡേറ്റ ത്രൂ പോയിന്റേഴ്സ്, അങ്ങനെ ഒരു സംഭവമുണ്ട്. തിയറി ആയിട്ടുണ്ട്. പ്രോഗ്രാമിന്റെ അകത്ത് മെയിൻ ബേസിക് ആയിട്ട് എന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്വാപ്പ് ടു നമ്പേഴ്സ് യൂസിങ് പോയിന്റർ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഫംഗ്ഷൻ ഉണ്ട്, ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, ഒരു സ്വാപ്പ് ഫംഗ്ഷനും. അങ്ങനെ രണ്ട് ഫംഗ്ഷൻ എടുത്തിട്ടാണ്, അല്ല മെയിൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ സ്വാപ്പിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നോർമൽ ചെയ്യണം ഹാഷിംഗ് വെച്ച്. പിന്നെ വോയിഡ് സ്വാപ്പ്, അതായത് നമ്മളെ ഫംഗ്ഷൻ കോൾ ചെയ്യണതാണ്. ഫസ്റ്റ് തന്നെ ഫംഗ്ഷൻ വോയിഡ് സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തു. പിന്നെയാണ് വോയിഡ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് രണ്ട് നമ്പറും ആണല്ലോ, ഒരു നമ്പർ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ട് നമ്പർ നമ്മൾ പുറത്ത് വിടും, സ്വാപ്പ് ചെയ്യണം. സോ അതിന് മുമ്പ് പറയാൻ പറയും, ഈ സ്റ്റാർ എന്ന് പറയുന്ന സംഭവമാണ് പോയിന്റർ എന്ന് ഉദ്ദേശിച്ചത്. പോയിന്റർ സ്റ്റാർ വന്ന അപ്പൊ അവിടെ അത് പോയിന്റർ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റാർ ഉണ്ട്, അത് ഓർത്താൽ മതി. ഫസ്റ്റ് നമ്മൾ രണ്ട് നമ്പർ മേടിക്കണം, ഇൻപുട്ട് മേടിക്കണം. ഇപ്പൊ ഇൻഡ് എ കോമ ബി, അതിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ ദ നമ്പർ സി കോമ ബി. പിന്നെ നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യണം, സ്വാപ്പ് ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഇവിടെ ഉണ്ട് ഈ സ്വാപ്പ് ഫംഗ്ഷൻ ആണിത്. ഈ സ്വാപ്പ് ഫംഗ്ഷൻ നമ്മൾ മുകളിലോട്ട് കോൾ ചെയ്യണം. പിന്നെ പ്രിന്റ് എ കോമ ബി ജസ്റ്റ് പ്രിന്റ് ചെയ്യണം. അത്രയാണ് ഇതിന്റെ സംഭവമുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഈ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ വോയിഡ് സ്വാപ്പ് ഇൻഡ്, അതായത് നോർമലി നമ്മൾ പോയിന്റർ ഇല്ലാത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻഡ് എ കോമ ഇൻഡ് ബി എന്ന് പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ നോർമലി സ്വാപ്പ് എ കോമ ബി അങ്ങനെ കൊടുക്കും. പക്ഷെ ഇതിന്റെ അകത്ത് ഇൻഡ് സ്റ്റാർ പി കോമ ഇൻഡ് സ്റ്റാർ ക്യൂ, അതായത് രണ്ട് നമ്മൾ പോയിന്റർ ആണ്. ഈ പിയും ഈ ക്യൂബും പോയിന്റർ ആണ്. പോയിന്റർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുത്സുജി തന്നെ ഓർക്കാം, അതായത് എവിടെയും കൊണ്ടുവന്ന് വെക്കും. അതായിട്ട് അത് പോയിന്റ് ചെയ്യും. അതായിട്ട് അത് വെച്ച് ചേഞ്ച് ചെയ്യണ പരിപാടിയാണ് ഈ പോയിന്റ്. അങ്ങനെ എനിക്ക് മനസ്സിലാക്കണത്. ഇനി പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻഡ് ഫസ്റ്റ് നമ്മൾ സ്വാപ്പ് ചെയ്യണ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം. നമ്മൾ ടെമ്പററി വേരിയബിൾ വേണം. ഫസ്റ്റ് ടെമ്പററി വേരിയബിൾ നമ്മൾ ഇൻപുട്ട് ആയിട്ട് മേടിച്ചു, അതാണ് ഇൻഡ് ടെമ്പ്. ആ ടെമ്പിലേക്ക് ജസ്റ്റ് നമ്മൾ സ്റ്റാർ പി, അതായത് പി ഇട്ട് കൊടുത്തു. ഇപ്പൊ സപ്പോസ് നമ്മൾ പറയുവാണെങ്കിൽ ടെമ്പ് എന്ന് പറയുന്നത് എ ആണെന്ന് വെച്ചാൽ എയിലേക്ക് നമ്മൾ രണ്ട് നമ്പർ 1 2 ആണ്. എയിലേക്ക് നമ്മൾ 1 ഇട്ട് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളത് ഈ പി എയിലേക്ക് ക്യൂ ഇട്ടു. ഇപ്പൊ നമ്പർ 2 ക്യൂ ആണെങ്കിൽ അപ്പൊ പിയിലേക്ക് ഈ രണ്ടെന്ന് പറഞ്ഞ നമ്പർ ഇട്ട് കൊടുത്തു. പിന്നെ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ക്യൂയിലേക്ക് ടെമ്പ് എന്ന് പറഞ്ഞ എ അല്ലേ, ഈ ഒന്നെന്നുള്ളത് ടെമ്പ് ക്യൂയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ എന്താ ക്യൂ ഇസ് ഈക്വൽ ടു 1 വന്നു. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് അത് രണ്ടും ഒന്ന് എടുക്കുവാണെങ്കിൽ ബേസിക് ആയിട്ട് സ്വാപ്പ് ചെയ്യണം ഇതുപോലെ ഇത് ഇങ്ങനെ നമുക്ക് കിട്ടുന്നു. ഇത് കിട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് ഫയൽ ക്ലോസ് ചെയ്യും. ഇത് ഇൻഡ് മെയിൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റിട്ടേൺ സീറോ ആവശ്യമില്ല. അല്ലെങ്കിൽ ഇൻഡ് ആണെങ്കിൽ ചിലപ്പോൾ എറർ വരും. ചില സമയത്ത് അത് എറർ വരാണ്ടിരിക്കാം, ചില സമയത്ത് എറർ വരാം. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് എൻ്റർ അടിക്കേണ്ടി വരും. ഇതിനകത്ത് 4ഉം ഇവിടെ 5 കൊടുത്തെങ്കിൽ സ്വാപ്പ് ചെയ്തിട്ട് ഇതുണ്ട് എ ഫസ്റ്റ് നമ്മൾ 4 ആണുള്ളത്. നമ്മൾ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം കേട്ടോ. പ്രിന്റ് എൻ്റർ ദ നമ്പർ എ ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കാം. എൻ്റർ ദ നമ്പർ ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് എ എന്ന് ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ഓരോ തവണ അത് ഇങ്ങനെ മേടിക്കുന്നത് സ്കാനപ്പ് ചെയ്ത് എ മേടിക്കുക. പിന്നെ എൻ്റർ അടിക്കുമ്പോൾ വീണ്ടും സ്കാനപ്പ് ചെയ്ത് ഇൻപുട്ട് മേടിച്ച് സെക്കൻഡ് നമ്പർ മേടിക്കുക. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ എൻ്റർ ദ നമ്പേഴ്സ് 4,5 സ്വാപ്പ് ചെയ്യുമ്പോൾ എ ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 4. അത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന സംഭവം. അതിന്റെ അൽഗോരിതം ഏത് എവിടേക്കെങ്കിലും ചോദിക്കണം, അതും പഠിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു.